ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ നിർത്തിയത് ശ്രീല പ്രഭുപാദ് തൻ്റെ ഗുരുവായിട്ടുള്ള ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ അദ്ദേഹം 64 ഗൗഡീയ മഠങ്ങളുടെ സ്ഥാപക ആചാര്യനാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ്. പ്രൗഢോജ്വലമായ പ്രൗഢഗംഭീരമായ സൂര്യ തേജസ്സോടുകൂടിയുള്ള ഒരു സന്യാസി വരനായിരുന്നു ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഈ സന്യാസിമാരുടെയൊക്കെ മുഖം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും തേജസ്സായിട്ടുള്ള മുഖമായിരിക്കും. കാരണം എന്താ, ഭൗതികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അവരെ ബാധിക്കുന്നതല്ല. ഈ ഭൗതിക ലോകത്തുള്ള എന്തും തന്നെ അവരെ കൂടെ വശീകരിക്കാൻ നമുക്ക് സാധ്യതകളാണ്. കാരണം എന്താ, ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി സ്വജീവൻ സ്വമേധയ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അത്രമാത്രം ഭക്തിയുത ഭഗവത് സേവനത്തിലൂടെയാണ് അവർ ഭയങ്കരമായിട്ടുള്ള ചൈതന്യവത്തായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സന്യാസി വര്യന്മാരുടെ മുഖം തന്നെ മറ്റുള്ളവർക്ക് വളരെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു സന്യാസി വലിയ സന്യാസിയെ കാണുന്നതും ഒരു ഭൗതിക ലോകത്തിലുള്ള ഒരാളെ കാണുമ്പോൾ 2 തരത്തിലുള്ള മോട്ടിവേഷൻസ് നമുക്ക് കയറും. കാരണം കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ നടുക്കളത്തിൽ വെച്ച് ആകെ സ്വന്തുക്കളെ, ബന്ധുക്കളെ, സ്വന്തമിത്രാദികളെ, സുഹൃത്തുക്കളെ, തൻ്റെ ഒപ്പം പഠിച്ചവരെ, തൻ്റെ ഒപ്പം കളിച്ച് വളർന്ന് വലുതായവരെ, തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ, തന്നെ ചെറുവിലിൽ പിടിച്ച് പിച്ച് വെച്ച് നടത്തി കൊണ്ടുപോകാൻ തന്നെ വഴി കാണിച്ചെന്ന ഭീഷ്മ പിതാമഹൻ, അശ്വത്ഥാമ, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള രാജുരാജക്കന്മാരെയും വളരെ ഗണഗംഭീരന്മാരായ ആളുകളെ കണ്ടപ്പോൾ അർജുനൻ ആകെ സ്തംഭിച്ചു പോയി. അർജുനന് കയ്യും കാലുകളും എല്ലാം ചലിക്കാൻ കഴിയാത്ത രീതിയിൽ തളർവാദം പിടിപെട്ട ഒരാളെ പോലെയായി എന്ന് പറയുന്നത് അർജുനൻ. ആ സത്യത്തിൽ ആ സമയത്ത് ഇരുപക്ഷത്തും യോദ്ധാക്കളും പടയാളികളും കുതിരപ്പടയും ആനപ്പടയും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പടയാളികളും പടയൊരുക്കങ്ങൾ നടത്തി അവർ യുദ്ധത്തിന് തയ്യാറായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇരുപക്ഷത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നൊന്ന് ഉത്തരം പറയാമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ കൃഷ്ണ. കാരണം അർജുനനാകെ സ്തംഭിച്ചു പോയി. നടുക്കളത്തിൽ വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് യുദ്ധമൊന്നും എനിക്ക് ചെയ്യണ്ട മധുസൂദന, ഞാൻ വല്ല സന്യാസിനായി കാട്ടിലേക്ക് പോയിക്കോളാം, ഞാൻ ആയുധങ്ങളൊക്കെ ഇവിടെ വെച്ചു, എനിക്കിനി യുദ്ധം ചെയ്യേണ്ട, ഈ നിൽക്കുന്ന എൻ്റെ മുത്തച്ഛനെയും മുതുമുത്തച്ഛനെയും കൂട്ടുകാരെയും എല്ലാവരെയും വകവരുത്തിയിട്ട് എനിക്ക് എന്തിനാ മധുസൂദന എനിക്ക് രാജ്യം, ഈ രാജ്യസിംഹാസനം എന്തിനാ എന്ന് ഇത്യാദി ചോദ്യശരങ്ങൾ അർജുനന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ വണ്ണം ശാസ്ത്രീയമായ രീതിയിൽ അർജുനന് ഉജ്ജ്വലനായിട്ടുള്ള ഒരു കർമ്മയോഗിയാക്കി മാറ്റാൻ ഒരു ക്ഷത്രിയന്റെ ധർമ്മം എന്താണ് എന്ന് ഭഗവാൻ സാക്ഷാൽ കൃഷ്ണൻ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന 2 പേരുടെയും സംഭാഷണം. പക്ഷേ ഭഗവാനാണ് സത്യഭാമേനെ വിവാഹം കഴിക്കുന്നത്. ആ സത്യഭാമേനെ വിവാഹം കഴിക്കുമ്പോൾ തങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കുന്ന നേരത്തെ പോലും ഭഗവാൻ അക്രൂരരോട് ചോദിച്ചിട്ട് പോലില്ല. അതാണ് ഭഗവാൻ. പക്ഷെ നമ്മളോട് ആരെങ്കിലും നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട് പോയി നമ്മൾ കത്തിച്ച് നശിപ്പിച്ചൊരു വേറൊരു കേസ് കൂടി ഉണ്ടാക്കി. അതാണ് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്.
അപ്പോൾ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാത്തിൻ്റെയും നിധാവാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. കാറ്റിനെയും മഴയെയും കൊടുങ്കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും എല്ലാ രോഗങ്ങളെയും എല്ലാത്തിനെയും ഈ പ്രകൃതിയിൽ ആവശ്യമായ സസ്യ ജന്തു ജീവജാലങ്ങൾക്കെല്ലാം നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജനും അവർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിച്ചും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. അതിൻ്റെ താഴെയാണ് എല്ലാവരും വരുന്നത് അല്ലേ. 33 ദേവി ദേവന്മാരുമെല്ലാം അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ജീവാത്മാക്കളായിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനിൽ നിന്നുള്ള വളരെ ചൈതന്യവത്തായിട്ടുള്ള വൈശിഷ്ട്യമായിട്ടുള്ള ഗുണഗണങ്ങൾ നമുക്കുണ്ടാവും ഇല്ലേ. അതിലൊരു ഗുണഗണമാണ് മാതാ അമൃതാനന്ദമയി മാതാജി അല്ലേ. ഞാൻ ആദ്യമായി കാണുന്നത് ഇവിടെ നമ്മളൊരു വക്കീലിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ അമൃതാനന്ദമയി വരുന്നൊരു സമയമുണ്ടായിരുന്നു, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്നേരം പോലീസ് വ്യൂഹ വാഹനത്തോടു കൂടി അവിടെ എത്തി. അവിടെ വന്ന് എല്ലാവരെയും ദർശനം നടത്തി, എല്ലാവരെയും കണ്ടു. അവിടെ വെച്ചാണ് ആദ്യത്തെ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്, ഞാൻ മാതാ അമൃതാനന്ദമയിയെ കാണുന്നത്. അപ്പോൾ അവരെല്ലാം ഈ സമൂഹത്തിൽ ഈ ഭഗവാന്റെ നാമവും രൂപവും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഭഗവാന്റെ അംശം എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ള ആ അവസരത്തെ എങ്ങനെ തങ്ങളുടെ ശിഷ്യഗണങ്ങളെ ആത്യന്തികമായി ഭഗവാനിലേക്ക് അടുപ്പിക്കാം അല്ലേ. ഭഗവാനിലേക്ക് ആത്യന്തികമായി അടുപ്പിക്കാം. അതിൽ ഒട്ടേറെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ സത്യസായി ബാബ, അമൃതാനന്ദമയി, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി അവരുടെ നിരന്തരമായിട്ടുള്ള ഭക്തിയുത ഭഗവത് സേവനത്തിൻ്റെ ഭാഗമായി അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള നമ്മളിൽ ഒന്നും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അതിനേക്കാൾ ശതമാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും ശതമാനത്തിലുള്ള ഒരുപാട് ഭക്തിയുടെ യോഗ്യതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ നമുക്ക്. എല്ലാവരും സമഭാവനയോടുകൂടി പെരുമാറുന്ന രീതികളും അവരെയെല്ലാം എഴുതുന്ന എഴുത്തുകളെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അമ്മ കുട്ടികൾക്ക് ചുംബനം കൊടുക്കുന്നു, വലിയവരെ ആലിംഗനം ചെയ്യുന്നതെല്ലാം തന്നെ ഭഗവാന്റെ അടുക്കിലേക്ക് പുതിയ മക്കളെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ആ പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഈ ഭൗതികതയിൽ നിന്ന് എങ്ങനെ ഈ ജീവാത്മാക്കളെ സദ്ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആത്മാവിനെ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്ന ഒരു സ്രോതസ്, ഒരു ഉറവിടത്തിലേക്ക്, ഒരു വഴിയിലേക്ക് എല്ലാ ജീവാത്മാക്കളെയും വ്യത്യസ്തമായിട്ടുള്ള കായലും കനാലുകളും അതുപോലെ ജലാശയങ്ങളും എല്ലാം അവസാനം ഒരു സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന പോലെ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എല്ലാം വന്നു ചേരാം. അവിടെ നിന്നാണ് എല്ലാവർക്കും മോക്ഷവും മുക്തിയും. മുക്തിദാതാവാണ്. അതുകൊണ്ടാണ് മുകുന്ദൻ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിളിക്കുന്നത് അല്ലേ. പണ്ട് പേരുകളെല്ലാം എല്ലാവരും അച്ഛനമ്മമാരിടുമ്പോൾ മുകുന്ദൻ അങ്ങനെയുള്ള ഭഗവാന്റെ നാമത്തിനോട് ചേർന്നുകൊണ്ടുള്ള പേരുകളാണ് അല്ലേ. അപ്പം അതെല്ലാം ഒരു അവബോധത്തിൻ്റെ ഭാഗമാണ്. ആ അവബോധ സൃഷ്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭൗതികമല്ല. ഇന്ന് ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ അവബോധങ്ങൾ അത് ഭൗതികമാണ്. അത് ഭൗതികത ആയതുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിലേക്ക് ഓരോ ജീവാത്മാക്കളും വളരെ ബോധപൂർവമായി എത്തിപ്പെടുന്നു. അത് ചിലപ്പോൾ ഒരു സുഹൃത്ത് വഴിയാവാം, അല്ലെങ്കിൽ അയൽക്കാർ വഴിയാവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. അങ്ങനെയാണ് ശ്രീല പ്രഭുപാദന്റെ സുഹൃത്ത് സഹപാഠി പറഞ്ഞു, പ്രഭുപാദൻ അന്ന് അഭയ് ശരൺ എന്നാണ് പേര്, അഭയ് ഒരു സന്യാസി വരുന്നുണ്ട്. എവിടെ? ഇന്ന സ്ഥലത്തൊരു സന്യാസി വരുന്നത്, നമുക്കൊന്ന് കാണാൻ പോയിക്കോടെ. അപ്പോൾ ആദ്യമൊക്കെ പ്രഭുപാദര് പറഞ്ഞു, അതൊന്നും വേണ്ട, എൻ്റെ വീട്ടിൽ എത്രയോ സന്യാസിമാർ വരും, എത്രയോ പേര് വന്നു പോകുന്നു, അവരെല്ലാം വന്ന് അച്ഛനും അമ്മയുമായി സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവരെല്ലാം പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സന്യാസിക്ക് എന്തത്ര പ്രത്യേകത?
അത് കുഴപ്പമില്ല അഭയ നീ വരൂ എന്ന് പറഞ്ഞ് അഭയെ അന്ന് കൂട്ടുകാരനായിട്ടുള്ള ആ സുഹൃത്ത് അഭയനെ ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോയി ആരുടെ അടുത്ത് എത്തിച്ചു? ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ആ ഗൗഡീയ മഠത്തിന് അധിപതിയായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ അടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹം കണ്ട മാത്രയിൽ ഈ രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷ് ഭാഷ നന്നായി അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണല്ലോ, വിദ്യാർത്ഥികളല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഈ ഭഗവാന്റെ നാമവും രൂപവും കീർത്തിയും പ്രശംസയും എല്ലാം പ്രചരിപ്പിച്ചുകൂടെ? ആ ഒരു വചനം ശ്രീലപ്രഭുപാദരുടെ മനസ്സിൽ വല്ലാതെ അത് തീ കോരിയിട്ട അനുഭവമായിരുന്നു. ഭയങ്കരമായിട്ട് ഷോക്കേറ്റ് പ്രഭുപാദം. അവിടെ നിന്നും പതുക്കെ നേരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം ഈ ഗൗഡീയ മഠത്തിലേക്ക് പോയി ഈ സന്യാസികളിനെ സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ സന്ദർശിച്ച് അദ്ദേഹം പറയുന്നത് കേട്ട് ക്ലാസ്സുകളിലെല്ലാം പോയി പഠിച്ച് എന്താണ് ഈ വൈഷ്ണവ സമ്പ്രദായം, എന്താണിത് പഠിപ്പിക്കുന്നത്, ആരാണ് കൃഷ്ണൻ, എന്താണ് ശ്രീമദ് ഭഗവത്ഗീത ഇത്യാദി കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കുടുംബം, കുട്ടിയും ഭാര്യയും എല്ലാം ഉള്ള അച്ഛൻ അമ്മ ഒക്കെയുള്ള കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെ അദ്ദേഹം പതുക്കെ ഒരു മെഡിക്കൽ ഷോപ്പ്, ഒരു മരുന്ന് വ്യാപാരി കൂടിയായിരുന്നു, പിന്നീട് അഡ്വക്കേറ്റായി. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ പതുക്കെ സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം സന്ദർഭങ്ങളിൽ ഈ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ഗൗഡീയ മഠത്തിൽ പോയി അവിടെ ചെന്നിരുന്ന് അദ്ദേഹം എന്താണോ പറയുന്നത് അത് കേട്ടുകൊണ്ട്, ശ്രവണം അത് കേട്ടുകൊണ്ട് അത് അതേ അക്ഷരം പ്രതി അത് അനുസരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അഭയ്. അവിടുന്ന് പിന്നീട് അഭയുടെ ഈ ആധ്യാത്മികതയിലേക്കുള്ള വളർച്ചകളെല്ലാം ശരിയായ വണ്ണം ഭഗവാന്റെ നാമം പാശ്ചാത്യ നാടുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 1965, 66 കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് ഈ ശ്രീല പ്രഭുപാദര് ഈ ഇസ്കോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായി. അത് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ്, അത് രൂപീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഭാരതത്തിലുടനീളം അദ്ദേഹം ഈ ഇതിൻ്റെ പ്രചാരകനായിട്ട് എല്ലാ മുക്കിലും മൂലയിലും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ ഭാരതത്തിലെ ജനങ്ങൾ വിദേശികൾ എന്താണോ ചെയ്യുന്നത് അത് ഭാരതത്തിൽ, വിശേഷിച്ച കേരളത്തിൽ, അത് അതേപടി ഒരു കാർബൺ കോപ്പി ഇവിടെ നടപ്പിലാക്കുന്നവരാണ് അല്ലേ. അവർ മുടി എങ്ങനെയാണോ വെട്ട് അതുപോലെ വെട്ടണം, അവരെങ്ങനെയാണോ ഡ്രസ് അണിയുക അതുപോലെ ഡ്രസ് അണിയുക. അപ്പോൾ അത് ഒരു അമേരിക്കൻ സംസ്കാരം അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണെന്നും അതേസമയം ഭാരതത്തിൻ്റെ സംസ്കാരം അതൊരു സനാതന ധർമ്മത്തിൽ ഉള്ളതാണെന്നും ആ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ആദിയും അന്ത്യവുമില്ല. ഉണ്ടോ? അതിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. പക്ഷെ ആ സനാതന ധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? എല്ലാ മതങ്ങളെയും, എല്ലാ പ്രഗത്ഭ ചിന്തകരെയും, എല്ലാവരെയും എന്ത് ചെയ്യണം? സ്വീകരിക്കുക. എല്ലാ തത്വസംഹിതകളെയും സ്വീകരിക്കുക, എല്ലാവരെയും സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ച് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ അമേരിക്കൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എത്രയോ വരുന്ന ആളുകളെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സന്യാസി വര്യന്മാരും വിദേശ രാജ്യങ്ങളിലുള്ള പര്യടനത്തിൻ്റെ ഉദ്ദേശം ഭാരതീയ സംസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഭാരതത്തിൻ്റെ വേദങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക, എങ്ങനെയാണ് ജീവിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക, ഭൗതികതയിൽ അടിയുറച്ചു നിൽക്കാതെ ആധ്യാത്മിക പരിസരങ്ങളിൽ അന്വേഷണം നടത്തി കൃഷ്ണൻ ആരാണ് എന്ന് അന്വേഷിക്കുക. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അമേരിക്കയിലെ ലക്ഷക്കണക്കിന് വരുന്ന, ആയിരക്കണക്കിന് വരുന്ന സന്യാസിവര്യന്മാർ പ്രചരണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ശ്രീല പ്രഭുപാദര്. അവിടേക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 2 തവണയാണ് ആ ചരക്ക് കപ്പലിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായത്, ഹാർട്ട് അറ്റാക്ക്. ഈ 2 തവണയും അദ്ദേഹം കപ്പലിൻ്റെ ഉള്ളിലിരുന്ന് ഒരു ട്രങ്ക് പെട്ടിയിൽ അദ്ദേഹം വൃന്ദാവനത്തിലെ
രാധാ ദാമോദര ക്ഷേത്രത്തിൽ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സെറ്റ്, അതിൻ്റെ പുറംചട്ടയിലുള്ള രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ മുറുകെ പിടിച്ചുകൊണ്ട്, ഭഗവാനെ എൻ്റെ ഗുരു ഏൽപ്പിച്ച ചുമതല എനിക്ക് നിർവഹിക്കാൻ കഴിയണമേ എന്നാണ് ആ അറ്റാക്ക് സമയത്ത് പോലും അദ്ദേഹം പ്രാർത്ഥിച്ചത്. അവസാനം ആ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ആ കടലിലൂടെ, സമുദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അതിൻ്റെ ആ ഡ്രൈവർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ആത്മകഥയിൽ എഴുതി, ഞങ്ങൾ ഇതുവരെ ഈ ചരക്ക് കപ്പൽ പോകുമ്പോൾ വളരെ എന്താ പറയുക, കത്തി ജ്വലിക്കുന്ന അല്ലെങ്കിൽ വിളക്കി നിറയുന്ന തരത്തിൽ പ്രക്ഷോഭകാരിയെ പോലെ, ഒരു പ്രക്ഷോഭകാരിയെ പോലെയായിരുന്നു സമുദ്രം. പക്ഷെ ശീലപ്രഭുപാദരുടെ കാൽപാദം ആ ജനദൂത എന്ന് പറയുന്ന കപ്പലിൻ്റെ അകത്തട്ടിലേക്ക് എടുത്തു വെച്ചതോടുകൂടി, ആ എടുത്തു വയ്ക്കുന്നതോടുകൂടി ശ്രീ രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോയും ആ രാധാകൃഷ്ണന്മാരെ പറ്റി എഴുതിയ ശ്രീമദ് ഭാഗവതവും ആ ട്രങ്ക് പെട്ടി പണ്ടത്തെ കൊണ്ടുപോകുന്ന ആ ട്രങ്ക് പെട്ടിയും ആ ജലദൂതിൽ കയറ്റിയോടുകൂടി വളരെ ശാന്തമായിട്ടാണ് ആ ചരക്ക് കപ്പൽ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. അവിടെയെല്ലാം തൻ്റെ ഭക്തനെ ഭഗവാൻ ഉള്ളം കയ്യിൽ എന്താ പറയുക, ഉള്ളം കയ്യിൽ സൂക്ഷിക്കാൻ പറയുന്നത്, ആ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ച് ആ മുതൽ വളരെ കരുതനായിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു രത്നമാണ് ശ്രീലപ്രഭുപാദൻ. ആ പ്രഭുപാദനെ കാത്തു സംരക്ഷിക്കേണ്ടത് എൻ്റെ ആശയം, എൻ്റെ രൂപം, എന്നെക്കുറിച്ചുള്ള കഥകൾ ഇതെല്ലാം പറയാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ശ്രീലപ്രഭുപാദൻ. അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായി എത്രയോ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആ നേരിടേണ്ടി വന്നിട്ട് പോലും അമേരിക്കയിലും അതുപോലെ തന്നെയുള്ള മറ്റ് പാശ്ചാത്യ നാടുകളിലും 108 അമ്പലങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ഇന്ന് നമുക്ക് അത് ആലോചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അതൊരു അമാനുഷികത, അതിൽ ഭഗവാന്റെ അത്രയും മെഴ്സി ശ്രീലപ്രഭുപാദർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഭാരതീയ സംസ്കാരം എങ്ങനെ നിവേദിക്കണം, എങ്ങനെ ഭഗവാനെ പൂജിക്കണം, എങ്ങനെ മറ്റു കാര്യങ്ങളിൽ ഒരു വൈഷ്ണവ സമ്പ്രദായം എന്നുള്ള രീതിയിൽ അതിൻ്റെ രീതിയിൽ എങ്ങനെ പോകണം എന്ന് അവിടുത്തെ പാശ്ചാത്യ നാടുകളിലെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്ന ചെറുപ്പക്കാരികളെ, വൃദ്ധന്മാരെ, അങ്ങനെ സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്ത മുല്ലമുട്ടുവിനെ പോലെ ജാതി മത വ്യത്യാസമില്ലാതെ ശ്രീലപ്രഭുപാദൻ കൂട്ടി ഇണക്കി ചേർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവ്. അങ്ങനെ എത്രയോ സന്യാസിമാർ. അപ്പൊ ഇവരെല്ലാം തന്നെ ജീവാത്മാക്കൾക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴികളിലേക്ക്, ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക്, പാതാരബിന്ദങ്ങളിലേക്ക് എത്തിക്കുന്ന മാർഗം പറഞ്ഞു കൊടുക്കുന്ന സന്യാസിവര്യന്മാരാണ്. അവ യഥാർത്ഥ വഴികളിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളത് വളരെ പാടുപെട്ട കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്നതിനപ്പുറമായിട്ട് ഈ ഭൗതിക ലോകം ഇങ്ങനെ ജനങ്ങളെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാം ഏതെടുത്താലും 2 എണ്ണം എടുത്താലും 1 എണ്ണം ഫ്രീ എന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും നമുക്ക് ഫ്രീ ആണ്, എന്തിനും ഫ്രീ. പക്ഷെ ഈ ഭക്തി ശരിയായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയുള്ള, അവബോധത്തോടു കൂടിയിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ് ആ ഓരോ രോഗികളെയും കൈപിടിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കുറവാണ്. അത്തരത്തിലുള്ള ഡോക്ടർമാർ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രഗത്ഭനായുള്ള ഡോക്ടറായിരുന്നു ആര്? ഭക്തി സിദ്ധാന്ത സരസ്വതി കാക്കു. അവിടേക്ക് ശ്രീലപ്രഭുപാദരുടെ സുഹൃത്ത് എത്തിച്ചു കൊടുത്തു പ്രഭുപാദരുടെ ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർ എല്ലാവരോടും അത്തരത്തിലുള്ള ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാനോടൊപ്പം തന്നെ വൃന്ദാവനത്തിൽ എത്തിയ, ഈ പ്രപഞ്ചത്തിലെത്തിയ ഷഡ്ഗോസ്വാമിമാർ. ആ ഷഡ്ഗോസ്വാമിമാരും ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണൻ തന്നെ, വൃന്ദാവനവും അതുപോലെ തന്നെ മായാപൂരും ഭഗവാൻ വന്ന ഇടങ്ങൾ, ആ ഇടങ്ങളിലേക്ക് ഓരോ ജീവാത്മാക്കളും നിങ്ങൾ ഇവിടേക്ക് വരണം, ഇവിടെയാണ് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ വന്ന സ്ഥലമാണത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും, മുക്തി കിട്ടും, മാത്രമല്ല ഭക്തിയും കിട്ടും.
അപ്പൊ ആ ഭക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എവിടേക്ക് അന്വേഷിച്ച് പോകണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് വരൂ എന്നാണ് ശ്രീല പ്രഭുപാദൻ പറയുന്നത്. നിങ്ങൾ മായാപൂരിലേക്ക് വരൂ, അവിടെയാണ് എല്ലാം നമുക്ക് മുക്തിദാതാവായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അമ്മയുടെ കൈക്കുമ്പിളിൽ പിടിച്ച്, ചെറുവിരലിൽ പിടിച്ച് കളിച്ച് കുറുമ്പ് കാണിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് നടന്നിരുന്ന വൃന്ദാവനത്തിൻ്റെ പുസ്തകടിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഭക്തി ലഭിക്കും എന്ന് പറഞ്ഞു. മുക്തിയല്ല, ഭക്തി. ആ ഭക്തിക്ക് വേണ്ടി എവിടെയാണ് ദാഹിച്ച് ജനം വലയാണ്, ഓടി നടക്കാണ്. എവിടെ നിന്നാണ് നമുക്ക് ഭക്തി കിട്ടുന്നത്? ആ ഭക്തി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങൾ, ആ ഇടങ്ങൾ എവിടെയാണ്? ആ ഇടങ്ങളിലേക്ക് മറ്റ് സിനിമാ തിയേറ്ററുകളിലേക്ക് പോലെയോ അല്ലെങ്കിൽ മറ്റിതര കേന്ദ്രങ്ങളിലേക്ക് പോലെയോ ഒരുപക്ഷെ ആളുകൾ തിങ്ങി നിറഞ്ഞ് ക്യൂ നിന്ന് ഇടികൊണ്ട് അടികൊണ്ട് കയറി വന്നോളണമെന്നില്ല. കാരണം എന്താ? എന്നെ ഭജിക്കുന്നവരിൽ 1000 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം എന്താ? അത്രയും പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനത്തിലൂടെയാണ് നമുക്ക് ഭഗവാന്റെ ആ പരിമളമായ ചെമ്പക പൂവിൻ്റെ നൈർമല്യമായിട്ടുള്ള ആ ഭഗവാന്റെ കൈവിരൽ ഒന്ന് പിടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് അത്രയും ഭക്തിയുത സേവനം നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി എത്രയോ കോടി വർഷങ്ങൾ സന്യാസിവരന്മാർ ഗുഹകളിലും അതുപോലെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഘോരമായ കാടുകളിലും അവർ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഒന്ന് തൊടാൻ വേണ്ടി, അവിടെ നിന്ന് മോക്ഷം ലഭിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ആ സമയത്താണ് നന്ദഗോപരുടെ പ്രിയ പത്നിയായിട്ടുള്ള യശോദാ മാതാവിന് മയിൽപീലി തണ്ടുകായാലും എടുത്തിട്ട് ആ ഉണ്ണിയുടെ പിന്നാലെ ഓടാൻ കിട്ടിയ ഭാഗ്യം അല്ലേ? അത് സുന്ദരമായ ഒരു ഭാഗ്യമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ പിന്നാലെ കുട്ടിയായ ആ ഉണ്ണിയുടെ ആ അരമണിയും കിലുക്കി കാലിൽ ഇട്ടിട്ടുള്ള ആ എന്താ പറയാ കുലുസും അങ്ങനെ അവൻ അടിഞ്ഞ് ആ വൃന്ദാവനത്തിൻ്റെ ഉള്ളിലൂടെ ആ വീടിൻ്റെ അകത്തളങ്ങളിലൂടെ ഓടുമ്പോൾ ആ ഗോലോകത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെല്ലാം അവിടെ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്ന പറഞ്ഞു. കാരണം എത്രയോ സന്യാസിവരന്മാർ ഈ ഭഗവാനെ ഒന്ന് തൊടാൻ, ഒന്ന് ഒരു ആശീർവാദം കിട്ടാൻ അവര് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തപസ്സനുഷ്ഠിക്കും. ഇവിടെ യശോദമ്മ നോക്കി. പക്ഷെ ആ യശോദമ്മ ഈ കുട്ടിയെ തൻ്റെ മകനായി പിറക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങൾ തപം ചെയ്തു, ഈശ്വരനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെ ഓരോ ജീവാത്മാക്കളും ചെയ്യേണ്ടത് നമ്മുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൻ്റെ ആ പ്രവൃത്തിയെ ഭൗതികമായി കാണാതെ അത് തികച്ചും ഭഗവാനെ എത്തിപ്പിടിക്കാനുള്ള ആധ്യാത്മികതയുടെ കോണിപ്പടിയായിട്ട് നമുക്ക് കാണണം. അത് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവർ കണ്ടാൽ പ്രകീർത്തിക്കുമെന്നുള്ളത് കൊണ്ടോ ഭക്തിയുത സേവനം ചെയ്യാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം എന്താ? രൂപഗോസ്വാമി, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോൾ മാതാജിയുടെ, നമ്മുടെ ശ്യാമള മാതാജിയുടെ ഒരു പുസ്തകം മേടിക്കാൻ പറഞ്ഞു. ജയപ്രകാശ സ്വാമി ഗുരുമഹാരാജ് എഴുതിയ ഒരു പുസ്തകം മേടിക്കാൻ പറഞ്ഞു. അവർ തപ്പി നോക്കി കിട്ടിയില്ല. പക്ഷെ അതിൽ വായിച്ചു വന്നപ്പോൾ ഗുരുമഹാരാജ് പറയാണ്, വൃന്ദാവന ലീലകളിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവനം അല്ലേ? ശശിപ്രഭുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വൃന്ദാവനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവണം? ഒരു ഭയങ്കരമായ നമ്മുടെ ഹൃദയം പിടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ കാരണം? ബലരാമനെയും കൃഷ്ണനെയും രഥത്തിൽ കയറ്റി വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് കംസന്റെ ദൂതനായിട്ട് വന്ന അക്രൂരനെ ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അനുവദിക്കില്ല. ആദ്യത്തെ ചക്രസ്തംഭന സമരം നടത്തിയത് ഗോപികമാരാണ്. ആദ്യത്തെ സമരം ആ അക്രൂരനോട് പറഞ്ഞു, ഞങ്ങൾ ഈ ചക്രത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കും. ഞങ്ങളുടെ കണ്ണനെ, ഞങ്ങളുടെ ഉണ്ണിയെ, ഈ വൃന്ദാവനത്തിന്റെ നായകനെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടുതരില്ല. അക്രൂരനോട് പറഞ്ഞു അല്ലേ? ബലരാമനുണ്ട്, ഭഗവാനുണ്ട്. അപ്പൊ ആ കഥകളും ആ ഓടി നടന്ന സ്ഥലം ഇപ്പോഴും
അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പോയപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടുതൽ ഉപയോഗിക്കണം. നമ്മൾ ഈ നൈമിഷികമാണ്, ഈ വെള്ളത്തിലെ കുമിളകൾ പോലെയാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ കോപം, എന്താ പറയുക, മതം, പിന്നെന്താ കോപം, ലോപം, മതം, മത്സര്യം, അതിലെല്ലാം പെട്ട് അസൂയയും കുശുമ്പും കുരുട്ടും മറ്റു വർത്തമാനങ്ങളും എല്ലാം ആയി നമ്മളെല്ലാവരും രോഗികളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ MBBS, PhD അങ്ങനെ ഉയർന്ന പ്രഗത്ഭമതികളായിട്ടുള്ള ബിരുദാനന്തര ബിരുദധാരികളായുള്ള ഡോക്ടർമാരാണ് ഈ ഷഡ്ഗോസ്വാമിമാരും അതുപോലെ തന്നെ ഗുരുപരമ്പരയും. അവരുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ആചാര്യൻ എന്താണോ പറയുന്നത്, ഭാരതപ്പുഴയിലേക്ക് ചാടാൻ ശ്യാമളമാതാജിയോട് പറഞ്ഞാൽ ഉടനടി എടുത്ത് ചാടാം. സാചാര്യനോട് ചോദിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ആചാര്യന്മാർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാവണം നമ്മളെന്നല്ല പറയുന്നത്. അങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ. ആ ഭക്തിയുത സേവനം നമ്മൾ ആ സേവനത്തിലൂടെയാണ് ഓരോ ജീവാത്മാവിനും അത്രമാത്രം ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. ഭക്തിയുത സേവനം അത്രമാത്രം നിഷ്കളങ്കമായി നിഷ്കാമമായി ആരുടെങ്കിലും ഒരു പ്രേരണ കൂടാതെ സ്വമേധയാ സ്വന്തം ഹൃദയത്തിൽ നിന്ന് നമ്മൾ ആരാണ് എന്ന് നോക്കാതെ ചൂലെടുത്ത് പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു പോയി വൃത്തിയാക്കി തുടച്ച് ക്ലിയറാക്കി കൊടുത്തില്ലെങ്കിൽ അമ്മ പറയും, വക്കീല് ഈ ഹോൾ തന്നിട്ട് നിങ്ങളവിടെ പോയി മറ്റുമൊക്കെ ഇട്ട് പോയില്ലോ, അങ്ങനെ വിളിച്ചിരുന്നു. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വരാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിലുള്ള ഭൗതിക സ്ഥാനമാനങ്ങളെല്ലാം കളഞ്ഞ് ഞാൻ ഭഗവാന്റെ ദാസനാണ് അല്ലേ. ഹനുമാൻ തന്നെ കണ്ടില്ലേ, ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി ഈ ഹനുമാൻ എല്ലാവരെയും പറഞ്ഞു വിടാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഹനുമാനെയും പറഞ്ഞു വിടാണ്. അപ്പോൾ ഹനുമാന്റെ നെഞ്ച് തകർന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, എനിക്ക് ഭഗവാനെ വിട്ട് ഇനി ഒരു വീടോ ഒരു സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെയാണ് ഭഗവാനിരിക്കുന്ന സ്ഥാനം ഞാൻ ഭഗവാന് തന്നുള്ള എൻ്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൃദയങ്ങൾ പിളർന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. അവിടെ സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും ലക്ഷ്മണനെയും ശ്രീരാമചന്ദ്ര ഭഗവാന് കാണാൻ പറ്റി. ആ ഭഗവാൻ ആ ഹനുമാനെ പിടിച്ചിങ്ങനെ തൻ്റെ മാറിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ധൃതരാഷ്ട്ര അലിംഗനല്ല കേട്ടോ, ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഭഗവാൻ ചെയ്യുമ്പോൾ ആ ഹനുമാന്റെ ആതുണ്ടല്ലോ, അതാണ് ദാസ്യം. അങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് എത്താം. നമുക്കിതിന് അവസരം തന്നെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും നമ്മൾക്ക് കുറേ സാധനങ്ങളൊക്കെ പ്രിൻസിപ്പാമ്മ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇന്നൊന്നും പാടില്ല വക്കീലെ, ഇന്നൊന്നും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റാം. കാരണം നമുക്ക് എന്താണെങ്കിൽ നമുക്കിതെല്ലാം അനുവദിച്ച് തന്നു. നമുക്കിത് ഇതൊക്കെ തെറ്റും ഇതും കിട്ടുന്നുണ്ട്. ഇതിൽ കുട്ടികൾക്കും നമുക്ക് സ്കൂളിൽ ഒരു യാതൊരു തരത്തിലുള്ള വരരുത്. ആ രീതിയിലെല്ലാം ഒതുക്കി ഫസ്റ്റ് സൺഡേ ക്ലാസ് ആയതുകൊണ്ട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരുത്താം. ഒപ്പം നമ്മളെല്ലാവരും നന്നായിട്ട് നമ്മുടെ വൈഷ്ണവ സമ്പ്രദായം അല്ലേ, നമ്മുടെ ബ്രഹ്മ മാധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട നമ്മളെല്ലാവരും ആ ആചാര്യൻ പറയുന്ന തരത്തിലുള്ള ആ അച്ചടക്കവും ആ ശുദ്ധിയും വാക്കുകളിലും പ്രവൃത്തിയിലും അത് നമ്മൾ കാണിച്ച് നമ്മുടെ ജീവിതം എങ്ങനെയാണോ അമ്മ ഓരോ കുട്ടികളെയും, ഇപ്പം ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ഒരു ദിവസം പോയിപ്പോൾ ഇപ്പോൾ ഭയങ്കര ആദ്യ ആളുകൾക്ക് ദർശനം കൊടുക്കുന്നില്ല അറിയാൻ കഴിയും. ആദ്യ ആളുകൾക്ക് ദർശനം കൊടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോയി കാണാനുള്ള ഇതൊക്കെ തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എപ്പോഴെങ്കിലും വരൂ, എന്നിട്ട് വന്നിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്, കാണാനുള്ള ഇതുകളെല്ലാം സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സന്യാസി വര്യന്മാരുടെ സന്യാസികളുടെ പ്രവർത്തനങ്ങൾ ഓരോ വഴിക്കും ഭൗതികമായി നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെയെല്ലാം മുറുകെ പിടിച്ചു. അവസാനം
ഒരു യഥാർത്ഥ പാതയിലേക്ക്, ആ പാതയിലേക്ക് ഭഗവാൻ തന്നെ എത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭക്തിയുത സേവനത്തിൻ്റെ ഓരോ ആയുധങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഓരോ സേവനങ്ങളും അല്ലേ, അത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ബലി മഹാരാജന് സാക്ഷാൽ ആര് വന്നപ്പോ ആരാ വന്നത്? വാമനമൂർത്തി വന്നപ്പോ തല ശിരസ്സടക്കം കാണിച്ചു കൊടുത്തു. എന്താ, ചവിട്ടിക്കോളും, ഞാൻ ഇനി എവിടേക്ക് പോയിക്കോളാം, പാതാളത്തിലേക്ക് പോയിക്കോളാം. പക്ഷെ ഭൗതിക ലോകത്തുള്ള ആളുകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഈ ഇത്രയും വലിയ വാമനമൂർത്തി ഇത്തരം ആളുകളെ തലയിലേക്ക് ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയല്ലോ എന്നാണ്. അപ്പം അവിടെ ഭൗതിക അവബോധമാണ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട എളിമ അതൊരു ഭക്തനിൽ കാണാണ്ടാവുമ്പോൾ ആ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സമ്പത്തിൽ അഹങ്കരിച്ചു അതെല്ലാം ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭഗവാൻ ജനങ്ങൾക്ക് വേണ്ടി ശരിക്കും ജനകീയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ അത്തരത്തിലുള്ള ഒരു ഇടപെടലിൽ നടത്തി. അതിൻ്റെ ഭാഗമാണ് വാമനമൂർത്തിയോട് മൂന്ന് ഇതായി ചോദിച്ചത്. 3 കാലടി മണ്ണ് 2 എണ്ണം വയ്ക്കുമ്പോഴത്തേനും അളവറ്റ സമ്പത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയാണ് ഭഗവാൻ അതുവഴി കൊടുത്തത്. 3ാമത്തെ പാദം വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമ്പത്തല്ല ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ ദാനം ഇഷ്ടം പോലെ ചെയ്യാം. എവിടെ നിന്ന്? ഈ സ്വത്താരുടെ? ഈ സ്വത്ത് എൻ്റെ അച്ഛൻ്റെ. നിന്റെ അച്ഛനത് എവിടെ നിന്ന് കിട്ടി? മുത്തച്ഛനിൽ നിന്ന്. മുത്തച്ഛൻ എവിടെ നിന്ന് കിട്ടി? മുത്തച്ഛനിൽ നിന്ന്. ആ മുത്തച്ഛൻ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പരമ്പര നോക്കിയപ്പോൾ ഈ സ്ഥലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉടമ ആരാ? കൃഷ്ണ. അതുകൊണ്ടാണ് കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ദി ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് അല്ലേ? ഹരേ കൃഷ്ണ. ക്ലാസ്സിൽ നമസ്കാര. ഞാൻ ആദ്യം തെറ്റിച്ചു പറഞ്ഞല്ലോ. 19th ചാപ്റ്റർ ആക്ച്വലി 19th ശ്ലോക 15th ചാപ്റ്ററാണ്. യോ മാമേവ സമ്മൂഢോ ചാനാദി പുരുഷോത്തമം സസർവ പ്രതിമ സർവഭാവേന ഭാരത. അതായത് ആരാണോ എന്നെ സുപ്രീം പേഴ്സൺ, സർ പറഞ്ഞല്ലോ, പരമാത്മാവായിട്ട് അറിയുന്നു, മനസ്സിലാക്കുന്നു, വിത്തൗട്ട് എനി ഡില്യൂഷൻ ഓർ വിത്തൗട്ട് എനി ഡൗട്ട്, അവരാണ് എന്നെ, അങ്ങനെ ഒരു വ്യക്തി എന്നെന്നും എപ്പോഴും ഭജിക്കും എന്നും ഒരു ദിവസം എന്നിൽ വന്ന് ചേരും. അതാണ് ഭഗവാനിൽ പറയുന്നത്. അതിനാണ് ഞാൻ ആ ഹോൾ ചാപ്റ്ററിൽ ഇത്രയും പറഞ്ഞത്. നമ്മുടെ ഉള്ളിലെ ചൈതന്യവും പുറമേ കാണുന്നതും എല്ലാം ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനാണ്. നമ്മുടെ ഉള്ളിലെ ജീവാത്മാവും അതും ഈശ്വരൻ തന്നെയാണ്. അതാണ് നമ്മുടെ മെയിൻ ആ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. അതാണ് even if it whatever we see around is all the manifestation of God, and what we have inside, that is again the Jivatma. So it is all one and the same. ഒന്നും നശിക്കുന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ്, ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്. അതാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. താങ്ക് യു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു, ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് സംസാരിക്കേണ്ടി വരുന്നത്, അതുകൊണ്ട് ഞാൻ ആദ്യൊരു തെറ്റിച്ച് പറഞ്ഞത്. സോറി. നമസ്കാരം. 15th ചാപ്റ്ററിലെ 19th ശ്ലോക, ഇമ്പോർട്ടൻറ്റ് ശ്ലോക. ശരിക്കും ഭഗവത്ഗീതയിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പുരുഷോത്തമ യോഗം. അതെ. നമസ്കാരം.